ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഋതികയുടെ കയ്യിൽ പണമുള്ളത് കൊണ്ടാണ് കൊച്ചമണി ഋതികയുടെ കൂടെ നിൽക്കുന്നതെന്നും കൊച്ചമണിയാണ് ഋതികയുടെ ആ വീട്ടിലെ ബലമെന്നും അംബികയോട് പറയുകയാണ് രുക്മിണി. അങ്ങനെ രുക്മിണി പറഞ്ഞത് പ്രകാരം അംബിക ഋതികയുടെ ബാങ്ക് അക്കൗണ്ട് അങ്ങ് ഫ്രീസ് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. വേണു രാധമ്മയെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുകയാണ്, രാധമ്മ അവിടെ നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നിന്റെ കൂടെ നിന്റെ മരണം വരെ ഉണ്ടാകുന്നത് നിന്റെ മകനും മരുമകളും മാത്രമായിരിക്കും. നീ നിന്റെ മരുമകളോട് പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ തിരിച്ചെടുക്കേണ്ട ഒരു ദിവസം വരും. അതെല്ലാം വൈകാതെ തന്നെ നിനക്ക് കാണുകയും ചെയ്യാം. നീ കാത്തിരുന്നോളാൻ പറഞ്ഞുകൊണ്ട് വേണു അകത്തേക്ക് പോകുന്നു. അതേസമയം ഋതിക രാജുവിനോട് ചോദിക്കുകയാണ്, രാജു, നമുക്കും നല്ല ദിവസങ്ങൾ വരുമായിരിക്കുമല്ലേ? ഇത് കേൾക്കുന്ന രാജു ഒന്നും പറയാനാകാതെ വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കൊച്ചമണിയുടെ പ്ലാൻ പ്രകാരം കൊച്ചമണിയും ജയനും പ്രിയയും ഋതികയും കൂടി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ്. എല്ലാവർക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിച്ചോളാൻ പറയുമ്പോൾ എല്ലാവരും നന്നായി തന്നെ ആഹാരം വാങ്ങിച്ച് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ഒടുവിൽ ബില്ല് കൊടുക്കാനായി പോകുമ്പോഴാണ് തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പോകാത്തതായി ഋതിക ശ്രദ്ധിക്കുന്നത്. കുറേ നേരം നിന്നിട്ടും ക്യാഷ് അടയ്ക്കാൻ പറ്റാത്തത് കാണുമ്പോൾ എന്തു പറ്റിയെന്ന് കൊച്ചമ്മണി ചോദിക്കുന്നു. അത് പിന്നെ ക്യാഷ് ട്രാൻസ്ഫർ ആകുന്നില്ലെന്ന് ഋതിക പറയുകയാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കാനായി കൊച്ചമ്മണി പറയുമ്പോൾ കയ്യിലും പൈസയൊന്നുമില്ലെന്ന് ഋതിക പറയുന്നു. ഇത് കേൾക്കുന്ന അവിടെ നിൽക്കുന്ന വെയിറ്റർമാരെല്ലാം ഇവരെ നോക്കിക്കൊണ്ട് കളിയാക്കി ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന കൊച്ചമ്മണി ദേഷ്യത്തോട് പറയുകയാണ്, വലിയ തമ്പുരാട്ടിയാണ് പോലും തമ്പുരാട്ടി കയ്യിൽ 5 പൈസ പോലും എടുക്കാനില്ല. അത്രയും പറഞ്ഞ് ഋതികയെ നാണം കെടുത്തിക്കൊണ്ട് അവരവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഋതികയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.